സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടിയോട് സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്. ആൻഡ് കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മുടെ കടയിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടെ വേറൊരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ എന്തായാലും കാണിക്കാം. ആൻഡ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കട കണ്ടാൽ തന്നെ അറിയാം, ഒരു ചെറിയ കടയാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കടയിൽ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ആയിട്ട് നമ്മുടെ കടയിൽ ഒരു സൂപ്പർ മാർക്കറ്റുമാരൊന്നും ആയിട്ടില്ല, ഒരു ചെറിയ കടയാണ് നമ്മുടെ. നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ കടയിൽ നിന്ന് അത്യാവശ്യം വലിയൊരു കട ഉണ്ടാക്കലാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ കസ്റ്റമൈസേഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ $2000 ലെവൽ 1 നമ്മുടെ ഷോപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ. നമ്മൾ ഷോപ്പ് എക്സ്പാൻഡ് ചെയ്ത് ഷോപ്പ് കുറച്ചുകൂടി ഒന്ന് വെൽ ഓർഗനൈസ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യണം, അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഒബ്ജക്റ്റീവ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കടയിൽ നമ്മൾ പുതിയ സംഭവം ആഡ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ അപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മുടെ കടയിൽ ഒരു റീസ്റ്റോക്കറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ എനിക്ക് തോന്നി വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. കാരണം ഇയാളെ സൈൻ ചെയ്യാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ്. കാരണം നമ്മളിവിടെ ഒക്കെ എടുത്ത് പട്ടിപ്പണി എടുക്കുകയാണ് ഗൈസ്. ഈ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ നമ്മളാണ് എല്ലാ സാധനങ്ങളും കൊണ്ട് എടുത്ത് വെക്കുന്നത്, ഫുള്ള് പണിയാണ്. ഇയാളുള്ള കാരണം തന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇയാൾ തന്നെ അത്യാവശ്യം കൊണ്ട് എടുത്ത് വെച്ചോളൂ, കൊണ്ട് കുഴപ്പമില്ല. നമുക്കെന്തായാലും നമ്മുടെ കട അപ്ഗ്രേഡാണ്. അപ്പോൾ നമ്മളെന്തായാലും കട ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സംഭവം നമ്മൾ റീസ്റ്റോക്കറിന് എന്തായാലും സൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മുടെ പണിയൊക്കെ മാക്സിമം കുറയും. നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്താ നോക്കിയിട്ട് മേടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് മേടിക്കണം എന്ന് മാത്രം നോക്കിയാൽ മതി. ബില്ല് ചങ്ങായി എടുക്കും, സാധനങ്ങൾ ഇയാൾ എടുത്ത് വെച്ചോളൂ. ഇയാൾ എടുത്ത് വെക്കണം. പിന്നെ ഇയാൾക്ക് പൈസ കൊടുക്കണം, $50 ആട്ടോ കൊടുക്കണം, ഇയാൾക്കും കൊടുക്കണം പൈസ. അതാണ് പിന്നെ അവിടെ ഉള്ളൊരു പ്രശ്നം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് മേടിക്കാൻ ചങ്ങായി എടുത്ത് വെക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ചങ്ങായി ഇപ്പോൾ എടുത്ത് വെക്കും. ഓക്കെ, ചങ്ങായി ഉണ്ടോ എടുത്ത് ഓടിപ്പോയി എടുത്ത് വെക്കണണ്ട. ചങ്ങായി ഫില്ല് ചെയ്യുന്ന കാര്യമൊക്കെ ചങ്ങായി നോക്കിക്കോളുകൊണ്ട് സീനില്ല. നമുക്ക് ഇതൊക്കെ കൊണ്ട് എടുത്ത് വെക്കാം. എന്തായാലും നമുക്ക് ഇയാളൊന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ചങ്ങായി കുറച്ച് സ്ലോ ആണ്, അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെക്കണ അത്ര സ്പീഡിലൊന്നും വെക്കണില്ല, എന്താ അതൊക്കെ മനസ്സിലായിട്ടില്ല. അത് കുഴപ്പമില്ല, ചങ്ങായി അങ്ങനെയെങ്കിലും പണിയെടുക്കുന്നുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇനിയും ആൾക്കാർ ആഡ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. റീസ്റ്റോക്കർമാർ ഇനിയും വാങ്ങി വെക്കാൻ പറ്റും തോന്നുന്നുണ്ട്. നോക്കട്ടെ ഇവിടെ. ഓക്കെ, ഫർണിച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസിൽ പോവുകയാണെങ്കിൽ ഇനിയും നമുക്ക് ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്തായാലും ആഡ് ചെയ്യണില്ല, സൽക്കാലത്തിന് ഇപ്പോൾ ഒരാൾ മതി പണി എടുക്കാൻ. ഇതെന്ത് മുട്ടായി, അത് മറ്റേ പാണ്ടട. ഓക്കെ, നമുക്കത് എന്തായാലും ഇവിടെ വെക്കാം. പൈസ പിന്നെ പെട്ടെന്ന് കയറുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഇത് ഗോൾഡൻ ചിപ്സ്. ഇയാളെന്നത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് എടുത്ത് ഫില്ലാക്കുമെന്ന് തോന്നണം, എനിക്ക് അറിയില്ല. സോ അപ്പോൾ നമ്മളെന്തായാലും നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ $297 മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും പെട്ടെന്ന് കട കയറി തുറക്കാം. നമുക്ക് പ്രൊമോഷൻ്റെ പൈസ ഉണ്ടാക്കണവരെ നമുക്ക് ഇവിടെ ചെക്കൗട്ട് ഇരിക്കുക, വേറെ വഴിയില്ലടേ. ഇനി പ്രൊമോഷൻ്റെ പൈസ ഉണ്ടാക്കണവരെ ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം $572 ഉണ്ട്. നമുക്ക് വേഗം തന്നെ പോയി പ്രൊമോഷൻ ചെയ്യാടെ. പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ $22 ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 5 മിനിറ്റ് പ്രൊമോഷനാണ്. ഇയാളിവിടെ കാത്തിക്കുണ്ടായിരുന്നോ? നമ്മുടെ ചെക്കൗട്ട് നമ്മളവിടെ വേറെ ആളെ നിർത്തിക്കണല്ലോ. പ്രൊമോഷൻ തുടങ്ങിയ ആൾക്കാർ വരും ഇവിടെ. നമ്മുടെ പ്രൊമോഷൻ്റെ പോസ്റ്ററൊക്കെ കണ്ട് പെട്ടെന്ന് ആൾക്കാർ ആകർഷ്ടരായി പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, നമുക്കിനി നമ്മുടെ കടയിൽ വേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയി ഒന്ന് ഓർഡർ ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ കുറേ നേരം ഗെയിം കളിക്കാൻ നമ്മുടെ കട ഒന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. അത് മതി. നമുക്ക് $17.70 നമ്മളെന്തായാലും കൊടുത്തിട്ട് നമുക്കിനി കുറച്ച് ബില്ലൊക്കെ ഇങ്ങനെ അടച്ചുകൂടി ഇങ്ങനെ ഇരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാത്രമല്ല എനിക്ക് തോന്നിയ പിന്നെ ഒരു കാര്യം എന്താണ്, പ്രൊമോഷൻ അത്ര ലാഭമല്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ലാഭമാണെന്ന്. പക്ഷേ $550 നമുക്ക് അതിൽ കൂടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. കസ്റ്റമേഴ്സ് കൂടുതൽ വന്നാലും കുറവ് വന്നാലും എന്തൊക്കെ ആയാലും സാധനങ്ങൾ എന്തായാലും അതിൻ്റെ സെയിം വിലക്ക് തന്നെയല്ലേ വിറ്റ് പോവുള്ളൂ. അപ്പോൾ തോന്നി അത്ര വലിയ ലാഭമില്ല തോന്നി. അവിടെ നമ്മൾ പ്രൊമോഷൻ ചെയ്യണില്ല. നമുക്ക് പതുക്കെ എന്തായാലും മൊത്തം സാധനങ്ങൾ എന്തായാലും ഒന്ന് വിറ്റ് കഴിയട്ടെ. ഇത് മൊത്തം ഒന്ന് വിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വരാം. സോഴ്സ് എന്തായാലും ഏകദേശം $1000 നമ്മൾ അടിക്കാറായിട്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് $1000 എന്തായാലും പെട്ടെന്ന് അടിച്ച് തീർക്കുക. 28.99. ഓക്കെ, $28. ഓക്കെ, $1000 നമ്മളെന്തായാലും അടിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അത് പിന്നെ സ്പീഡിലിട്ടിക്കണം, അതുകൊണ്ടാണ് സ്പീഡ് കുറക്കാം നമുക്ക്. ഓക്കെ, സ്പീഡ് കുറച്ചിട്ടുണ്ട്. സ്പീഡ് ഇട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ മേലെ കാണാൻ നിങ്ങൾക്ക് ടൈം കണ്ട, നമ്മൾ ഓരോ ഡേ എൻഡ് ആകുമ്പോഴാണ് നമ്മൾ ബില്ലടക്കുന്നുണ്ട്. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് കൂട്ടുമ്പോൾ ഈ ടൈമിൻ്റെ സ്പീഡ് കൂടണില്ല. ടൈം സെയിം സ്പീഡായിരിക്കും. നമ്മൾ 1x ഇട്ടാലും 2x ഇട്ടാലും 3x ഇട്ടാലും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഗുണമാണ്. എന്തായാലും $2000 അടിക്കാൻ നമുക്കൊരു $900 കൂടി വേണം. നമ്മൾ അടിക്കണം പെട്ടെന്ന് തന്നെ.
അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് കഴിയാൻ വേണ്ടി. അല്ലെങ്കിൽ ഭയങ്കര ലാഗാണ് ഈ ആൾക്കാർ. മാത്രമല്ല സമയത്തിൻ്റെ കാര്യം കൂടെ ആയപ്പോഴേ ഞാൻ സ്പീഡ് ഇട്ടപ്പോൾ നമുക്ക് ലാഭമാണ്. പെട്ടെന്ന് ആൾക്കാർ വരുന്നു, സാധനങ്ങൾ മേടിക്കുന്നു. മൊത്തം ഇത് 1-2 ആൾക്കാർ വരുന്നുള്ളൂ. അല്ലെങ്കിൽ പ്രമോഷൻ ചെയ്യണം. പ്രമോഷൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് അത്രയും പൈസ വേണം. $550 നമുക്ക് വേണം പ്രമോഷൻ ചെയ്യാൻ. അതിന് വേറെ പൈസ. അമ്മോ, മൊത്തത്തിൽ പൈസ തന്നെ വേണം. ഇയാൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കണമല്ലോ. മാത്രമല്ല ഈ ഒരു സാധനം അതുകൊണ്ട് ഈ ഒരു ഫീച്ചർ കൊടുക്കുന്നവരെന്തായാലും നന്നായി. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ സ്റ്റോറിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ $1500 അടിക്കാറായി. ഇനി നമ്മുടെ കടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചില്ല, ഇപ്പോൾ തന്നെ കയറുന്ന ലൈക്ക് അടിച്ചേക്കാം. മാത്രമല്ല ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, വേറെ കയറി സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഗെയിമിംഗ് വീഡിയോസൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാം. നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകളൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്ക് ആ ഗെയിമുകളൊക്കെ നമുക്ക് കളിക്കാൻ മാക്സിമം നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും ഏകദേശം നിങ്ങൾക്ക് കാണുന്ന മാതിരി തന്നെ കുറേ നേരം ഗെയിം കളിക്കണം. ആൻഡ് ഫൈനലി നമ്മൾ ഏകദേശം $2000 അടിച്ചിട്ടുണ്ട്. നമ്മുടെ കടയിൽ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ അമ്മോയോടെ എത്ര നേരമായി ഞാൻ കളിക്കുന്നു. കുറേ നേരം കളിച്ചതിന് ശേഷം ഫൈനലി $2000 ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കട എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ കട അടക്കണം. ഈ സാധനങ്ങൾ എന്തായാലും വിറ്റ് കഴിയട്ടെ. ഇതുകൂടി വിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കടണ്ട് സെറ്റാക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മുടെ കട കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളങ്ങനെ റെഡിയാക്കാൻ പോവുകയാണ്. $12 ഒക്കെ സെറ്റ് നമുക്ക് $100 എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റണം. എന്തായാലും ഈ സാധനങ്ങളൊക്കെ വിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു $200 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ബില്ലടക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം $200 എന്തായാലും വേണം. ഇതൊക്കെ വിറ്റിട്ടൊരു $300 നമുക്ക് അടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ലാഭമാണ്. $300 നമുക്ക് എന്തായാലും അടിക്കാൻ പെട്ടെന്ന് തന്നെ. അവിടെ ഈ ഗെയിം അത്യാവശ്യം ഭയങ്കര ടഫാട്ടോ. നമുക്ക് ഇനിയൊരു എംപ്ലോയിനെ കൂടി വെക്കേണ്ടി വരും. ഇവിടെ മറ്റേ ബില്ലടക്കം ഇനിയൊരാളെ കൂടി വെക്കേണ്ടി വരും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ജാതി പണി. നമ്മളിവിടെ കിടന്ന് പട്ടിപ്പണി എടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കില്ല, ഏതൊരാൾ നമ്മൾ ഫസ്റ്റൊക്കെ ഒറ്റയ്ക്ക് ഇത് ചെയ്യണ പറ്റി നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോൾ 2 എംപ്ലോയി, ഒരുത്തൻ എടുത്ത് വെക്കാനും ഒരുത്തൻ ഇവിടെ ബില്ലടക്കാനുള്ളതോടെ നമ്മൾ പിന്നെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എൻ്റെ അള്ളിയോ ഇജായി ഗെയിം ഒന്നും പറയല്ലേ. നമുക്കൊരു ബ്രെഡ് കൂടി വാങ്ങി വെക്കാം. ഒരു ബ്രെഡ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ചങ്ങായി ചെങ്ങായിയുടെ സ്പീഡൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആണ് ചങ്ങായി. ആ സാധനങ്ങൾ വെക്കണേൽ ഇപ്പോഴും സ്ലോ ആണ്. ഇയാൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ മേടിച്ചിരിക്കണമല്ലോ. $42. അപ്പോൾ നിങ്ങളെന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മളത്രയും കുറേ നേരം കളിച്ചിട്ടാണ് നമ്മൾ ഇത്രയെങ്കിലും എത്തിച്ചത്. $2154 ആയിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ കടണ്ട പോയി അപ്ഗ്രേഡ് ചെയ്താലോ. ഈ ഡേ എൻ്റെ ആവട്ടെ, എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാനെ പറ്റി നമുക്ക് നോക്കാം. കാരണം നമുക്കൊരു എന്തായാലും സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ വേണം, ബില്ലടക്കാനുള്ള പൈസ വേണം. അല്ലെങ്കിൽ നമുക്ക് മൈനസ് ആവും, ഡെപ്തിലോട്ട് പോകും നമ്മൾ. അങ്ങനെ ആകാൻ പാടില്ല. ഇജാതി ഗെയിമടെ പൊളി ഗെയിം, ഒന്നും പറയില്ല. പണിയെടുത്ത് നമ്മൾ ചാവും. മാത്രമല്ല കട അപ്ഗ്രേഡ് ചെയ്താൽ മാത്രം പോരാ, ഇനിയും നമുക്ക് പണി ഉണ്ടേ. നമുക്കിനി കട അപ്ഗ്രേഡ് ചെയ്ത് ഈ ഷെൽഫൊക്കെ ഒന്ന് ഒതുക്കി വെക്കാണ്ട്. അത് വേറെ പണി, ഇഷ്ടം പോലെ പണിയുണ്ട്. ആരും പേടിക്കണ്ട. പിന്നെ വേറെ ഷെൽഫൊക്കെ ആഡ് ചെയ്യണം. അതിന് നമുക്ക് വീണ്ടും പൈസ വേണം. നമുക്ക് വേറെ ഷെൽഫ് ആഡ് ചെയ്യലൊക്കെ നമുക്ക് അടുത്ത പാർട്ടി ചെയ്യാൻ തോന്നുന്നു. നമ്മളെന്തായാലും ഒന്ന് ഒതുക്കി വെക്കും. നമുക്ക് പുതിയ ഷെൽഫുകളൊക്കെ നമുക്ക് അടുത്ത പാർട്ടി ആഡ് ചെയ്യാം. ഇപ്പം തന്നെ കുറേ നേരമായി ഈ വീഡിയോ. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ എന്തായാലും $2382 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ കടണ്ട് പോയി അപ്ഗ്രേഡ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ഇത്ര നേരത്തെ കഷ്ടപ്പാടിനുള്ള ഫലം നമുക്ക് കിട്ടാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, $2000. 3, 2, 1 ഗോ ഗൈസ്. നമ്മൾ അൺലോക്ക് ചെയ്തു. നമുക്ക് നോക്കി നോക്കി എത്ര മാറ്റേണ്ടതെന്ന് നമുക്കറിയില്ല. ഇവിടെ അത്യാവശ്യം ഒരുപാട് സ്പേസ് കിട്ടിയിട്ട് നമുക്ക്. ഓക്കെ, നമുക്ക് അത്യാവശ്യം കുറേ സ്പേസ് കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, കടണ്ട് പോയി അടക്കാം. അതിനിപ്പോൾ നമ്മുടെ കയ്യിൽ $396 ഉള്ളൂ. കടടക്ക്. ഇതൊക്കെ നമുക്കത് നീക്കഞ്ഞി. ഇതൊന്ന് പോയി നീക്കിന് സെറ്റാക്കണം. അതാണ് അടുത്ത പണി. അപ്പോൾ നമ്മുടെ ആ ഒരു പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷെൽഫൊക്കെ എന്തായാലും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണും അത്യാവശ്യം ഒരുപാട് സ്പേസ് ഉണ്ട് നമ്മുടെ കടയിൽ. നമുക്ക് ഇനിയും വേറെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഷെൽഫ് ഇങ്ങനെ
ശരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ റിയൽ ലൈഫിൽ കാണില്ല. ഇവിടെ ഒരു ഷെൽഫ് വെക്കുന്നു, അതിൻ്റെ ബാക്കിലേക്കായിട്ട് ഇവിടെ വേറൊരു ഷെൽഫ് ഓപ്പോസിറ്റ് ആയിട്ട്. നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഐഡിയാസ് നിൽക്കണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഫ്രിഡ്ജ്, ഫ്രീസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ഏരിയ നമുക്ക് വേറെ വെക്കണം. ആൻഡ് ഇപ്പം നമ്മുടെ കയ്യിൽ ഏകദേശം $344 എന്തായാലും നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു പൈസ വെച്ച് ബില്ലടക്കണം. ബില്ലടച്ച് കഴിയുമ്പോൾ എന്തായാലും ബാക്കി ഒരു $150 എന്തായാലും ബാക്കി ഉണ്ടാവും. സോ ആ ഒരു പൈസ വെച്ചിട്ട് നമുക്ക് എന്താണ് ഇനി ഭാവിയിൽ ഇനി ഈ കടയിൽ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച് അതിന് എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ കട മൊത്തം നിറച്ച് ഫുള്ള് സെറ്റാക്കണം. വേറെ ഷെൽഫൊക്കെ നമുക്ക് എന്തായാലും ആഡ് ചെയ്ത് ഫുള്ള് സെറ്റപ്പ് ആക്കണം. പിന്നെ നമുക്ക് ഫ്രീസർ വെക്കാണ്ട് ഇങ്ങനെ കുറേ പുതിയ സാധനങ്ങൾ നമുക്ക് നമ്മുടെ കടയിൽ വെക്കാണ്ട്. സോ അത്രയുള്ള ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അതിൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്ന് നമ്മുടെ കട ഈ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ, ഈ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കട. ഈ റേഞ്ചിൽ നമ്മൾ കുറച്ചുകൂടി അത്യാവശ്യം വലിപ്പം കൂട്ടിയിട്ടുണ്ട് എന്തായാലും. കാരണം നമ്മൾ ഇതാണ് അതിൻ്റെ അടയാളം, ഈ മേലുള്ള ഈ ഒരു സാധനം നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഈ ഒരു ഭാഗം മുതൽ ഇത്രയും ഭാഗം നമ്മുടെ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. സോ കുറേ കളിച്ചറ ഗെയിം എൻ്റെ അമ്മ എത്ര നേരം കളിച്ച് നിൽക്കാൻ അറിയില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് കോപ്പൻ്റെ തൽക്കാലത്തിന് ഇപ്പം അങ്ങനെ ഉണ്ടായിക്കോട്ടെ. സോ അടുത്തൊരു വീഡിയോ കാണാൻ ഇറ്റ്സ് മീ വിസ് ആൻഡ് സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.